ഉപ്പ് കൊണ്ട് ഇത്ര അധികം ഉപയോഗങ്ങളുണ്ടോ? നമ്മുടെ മീനൊക്കെ ഒന്ന് പെട്ടെന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഉപ്പിട്ട് വെച്ച് മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഐസൊക്കെ ഒന്ന് വിട്ട് വരുവേ. അടുത്തതായിട്ട് നമ്മുടെ ദോശക്കല്ലിൽ നിന്ന് ദോശ വിട്ട് വരുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉപ്പിട്ടിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ പുരട്ടി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കളഞ്ഞ് കഴുകി ദോശയൊന്നും ചുട്ടെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് വിട്ട് വരും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചോറ് വേവിക്കുന്ന സമയത്ത് ലേശം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കും കേട്ടോ. നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് പല്ലിന് മഞ്ഞക്കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പേസ്റ്റിലേക്ക് ഇച്ചിരി ഉപ്പ് പൊടിയൊന്നും ഇട്ടിട്ട് പല്ല് തേച്ച് നോക്കൂ കേട്ടോ. നമുക്ക് ചിലപ്പോൾ വായൊക്കെ പൊട്ടിയിരിക്കുന്ന സമയത്ത് ചെറിയ സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലെ ഉപ്പിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വായുടെ സ്മെല്ല് പോകാൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാട്ടോ. നമുക്ക് ശരീരവേദനയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ കുളിക്കുന്ന വെള്ളത്തിലോട്ട് ലേശം ഉപ്പിട്ടിട്ടൊന്ന് മേല് കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരവേദനയൊക്കെ പെട്ടെന്ന് തന്നെ മാറും. തലയിൽ ഒഴിക്കരുത്, മേല് കഴുകിയാൽ മതി കേട്ടോ. ഇനി നമ്മുടെ ഉള്ളി അല്ലെങ്കിൽ മീനൊക്കെ എടുത്തതിൻ്റെ ഒരു ഉളുമ്പ് മണം പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെയൊന്ന് കയ്യിൽ ഉപ്പിട്ടൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ മെത്തേഡ് ചിലർ നെഗറ്റീവ് എനർജി ക്ലെൻസ് ചെയ്യാനും നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. ഞാൻ പക്ഷേ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് പണിയെല്ലാം ചെയ്തിട്ട് വന്നപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ടോ എങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉപ്പിട്ട് ഒരു നാരങ്ങ വെള്ളം കാച്ചാം. അപ്പോൾ അതിനായിട്ട് നാരങ്ങേൻ്റെ തോലൊക്കെ കളഞ്ഞ് കുരുവും കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു നാരങ്ങ വെള്ളം തയ്യാറാണ്. ഉപ്പ് ചേർത്ത് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഉപ്പ് കുപ്പിയിൽ ലേശം അരിമണി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പൊന്ന് കട്ട പിടിക്കാതെയൊക്കെ സൂക്ഷിക്കാം കേട്ടോ. ഉണക്ക ചിരട്ടയുടെ കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയേ. അടുത്തതായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പൊട്ടാതെ കിട്ടും കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഇല്ലെങ്കിൽ തണുത്തത് എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ മുട്ട പൊട്ടിപ്പോകും കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ മരത്തവി ഒന്ന് ക്ലീൻ ചെയ്യുന്ന മെത്തേഡാണ്. നമുക്കിതുപോലെ ഒന്ന് ചൂടുവെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഉപ്പാണ്. നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുന്നതാണെന്നുണ്ടെങ്കിലും അതിൽ അഴുക്കുകളുണ്ടാവും. ഞാനിപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്ത് അത് നമ്മുടെ സ്പൂണൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. ഞാൻ നമ്മുടെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട് ഇത്ര അഴുക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും വാഷ് ചെയ്ത് വെച്ചാൽ പോലും ചില സമയത്ത് അതിൽ അഴുക്കുണ്ടാവാറുണ്ട്. അപ്പോൾ മാസത്തിലൊരിക്കലൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ഇത് മേലെ ഞാൻ ചെയ്യാറുള്ളത് ലേശം വെളിച്ചെണ്ണയൊന്ന് പുരട്ടി ഉണക്കാനായിട്ട് മാറ്റി വയ്ക്കുവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.